പ്രേം നസീർ എന്ന നിത്യഹരിത നായകൻ പ്രതിനായക വേഷം അണിഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ വിരളം. MT രചിച്ച നിഴലാട്ടം എന്ന ചിത്രത്തിലെ ദാസ് എന്ന കഥാപാത്രമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതുകൂടാതെ അഴകുള്ള സെലീന എന്ന ചിത്രത്തിലും അദ്ദേഹം ഒരു മുഴുനീള നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അത് അദ്ദേഹം വളരെ മനോഹരമാക്കുകയും ചെയ്തു. വിൻസെൻ്റ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. ഇതിലൊരു പുതിയ സംഗീത സംവിധായകനെ അവതരിപ്പിച്ചു, സാക്ഷാൽ യേശുദാസ്. പിന്നീട് വളരെ പ്രശസ്തനായി തീർന്ന സംഗീത സംവിധായകൻ സാമുവൽ ജോസഫ് എന്ന ശ്യാമാണ് ദാസേട്ടനെ ഇതിൽ ഓർക്കസ്ട്രേഷനിൽ സഹായിച്ചത്. മരാളികെ എന്ന ദാസേട്ടൻ തന്നെ പാടി അനശ്വരമാക്കിയ ഈ ഗാനം. മരാളികേ മരാളികേ മാനത്തെ മാലാഖ ഭൂമിയിൽ വളർത്തും മരാളികേ, മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം. മരാളികേ മരാളികേ മാനത്തെ മാലാഖ ഭൂമിയിൽ വളർത്തും മരാളികേ, മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം. സ്വപ്നമം പൊയ്കയിൽ ഞാൻ വളർത്തും, സ്വർണ്ണ നൂൽവല വീശിപ്പിടിക്കും നിന്നെ, സ്വപ്നമം പൊയ്കയിൽ ഞാൻ വളർത്തും. നീ കുളിക്കും കടവിന്നരികിൽ, നീ കുളിക്കും കടവിന്നരികിൽ, അരികിൽ നിന്നരികിൽ നിൻ സ്വർഗ സൗന്ദര്യം ആസ്വദിക്കാനൊരു ചെന്താമരയായി ഞാൻ വിടരും. മരാളികേ മരാളികേ മാനത്തെ മാലാഖ ഭൂമിയിൽ വളർത്തും മരാളികേ, മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം. മിന്നുനൂൽ കഴുത്തിൽ ചാർത്തും സ്ത്രീധനം എൻ മനോരാജ്യങ്ങളായിരിക്കും. മിന്നുനൂൽ കഴുത്തിൽ ചാർത്തും സ്ത്രീധനം എൻ മനോരാജ്യങ്ങളായിരിക്കും. നീയുറങ്ങും കടവിന്നരികിൽ, നീയുറങ്ങും കടവിന്നരികിൽ, അരികിൽ നിന്നരികിൽ നിൻ ദിവ്യ താരുണ്യം വാരിപ്പുണർന്നൊരു പൊന്നോളമായി ഞാൻ ഒഴുകി വരും. മരാളികേ മരാളികേ മാനത്തെ മാലാഖ ഭൂമിയിൽ വളർത്തും മരാളികേ, മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം, ഒരു രഹസ്യം. മരാളികേ മരാളികേ. 1973 പുറത്തു വന്ന ബോബി രാജ് കപൂറിൻ്റെ പ്രസ്റ്റീജ് ചിത്രമായിരുന്നു. തൻ്റെ ഇളയ മകനായ ഋഷി കപൂറിനെ നായകനായി അവതരിപ്പിച്ച ചിത്രം.
നായിക പുതുമുഖം ഡിംപിൾ കപാഡിയായിരുന്നു. പുതിയ നായകന് വേണ്ടി പുതിയ ഗായകൻ തന്നെ പാടണമെന്ന് രാജ് കപൂർ സാഹിബിന് നിർബന്ധമുണ്ടായിരുന്നു. അത് കാരണം തൻ്റെ പ്രിയ ഗായകനായ മുകേഷിനെ മാറ്റിവെച്ച് അദ്ദേഹം ശൈലേന്ദ്ര സിംഗ് എന്ന പുതിയ ഗായകന് അവസരം നൽകി. സിംഗും ലതാ മങ്കേഷ്കറും കൂടി ചേർന്ന് പാടിയ ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറി. എന്നാൽ ഈ വിജയം ആവർത്തിക്കുവാൻ പിന്നീട് വന്ന ചിത്രങ്ങളിൽ ശൈലേന്ദ്ര സിംഗിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ഒരു വൺ ഫിലിം വണ്ടർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു തലമുറയുടെ ഹൃദയസ്പന്ദനങ്ങളെ നിർണയിച്ച